ദുരന്തബാധിതർ ജാഗ്രതൈ പിരിവുമായി മത്തായി ഇറങ്ങും. ഇന്നലെ വയനാട് കള്ളാടി തുരങ്കമുഖത്ത് മണ്ണിടിച്ചിലുണ്ടായി, മരണങ്ങൾ ഉണ്ടാവുകയും അതുപോലെ നിരവധി പേരെ കാണാതായി എന്ന വാർത്ത കേട്ടപ്പോൾ കേരളത്തിലെ ചില ക്രൈസ്തവ സഭകളുടെ ആസ്ഥാനങ്ങളിൽ സന്തോഷം സഹിക്കവയ്യാഞ്ഞ് ചില കൂദാശ മാഫിയകൾ തുള്ളിച്ചാടി. കാരണം ഇവർ ദുരന്തം ആഘോഷമാക്കുന്നവരാണ്. ശവശരീരങ്ങളുടെ മുകളിലൂടെ കഴുകൻ പറന്നു നടക്കുന്നത് പോലെ ദുരന്തമുഖങ്ങളിൽ കയറിയിറങ്ങി നടക്കുന്നവർ. നമ്മളാരും വിസ്മരിക്കുവാനിടയില്ല. 2024 ജൂലൈ 30 അർദ്ധരാത്രി മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ നിരവധി ജീവനുകൾ മണ്ണിലകപ്പെട്ടു, നിരവധി പേരെ കാണാതായി, നൂറുകണക്കിന് ആളുകളുടെ വസ്തുവകകളും എല്ലാം ഒഴുകിപ്പോയി. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു പ്രകൃതി ദുരന്തമായിരുന്നു ജൂലൈ 30 നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഈ ദുരന്തം മുതലെടുത്ത് കേരളത്തിലുള്ള എല്ലാ ക്രൈസ്തവ സഭകളും മത്സരിച്ച് അവരുടെ വിശ്വാസികളുടെ ഇടയിൽ നിന്നും കോടികൾ പിരിച്ചു. ഞങ്ങളുടെ ഒരു കണക്കനുസരിച്ച് കുറഞ്ഞതൊരു 150-200 കോടി രൂപയ്ക്കും അടുത്ത് കേരളത്തിലുള്ള ഈ സഭകളെല്ലാം കൂടി അവരുടെ വിശ്വാസികളുടെ കയ്യിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായി പിരിച്ചെടുത്തു. ഓർത്തഡോക്സ് സഭ മാത്രം ഏതാണ്ട് 12 കോടിയിലധികം രൂപ ഇതുവരെ പിരിച്ചെടുത്തു കഴിഞ്ഞു. പല ഇടവകളിലും ഇതുമായി ബന്ധപ്പെട്ട പിരിവുകൾ ആ ഇടവകൾ തന്നെ കോടികൾ കൈവശം വെക്കുന്നതായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ കള്ളാടി ദുരന്തമുണ്ടായപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ വിഷയം ഒന്ന് ഓർത്തു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഇവർ പിരിച്ചെടുത്ത ഈ 12 കോടി രൂപയിൽ 1 രൂപ പോലും ഇതുവരെ ചിലവഴിച്ചിട്ടില്ല. അതിനായി സ്ഥലം ഏറ്റെടുത്തിട്ടില്ല, ഒരു തറക്കല്ല് പോലും ഇട്ടിട്ടില്ല എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയതിനെ തുടർന്ന് ഞങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ ദേവലോകമാസ്ഥാനത്ത് ഇന്ന് വിളിക്കുകയുണ്ടായി. അപ്പോൾ PRO ആണ് ഫോൺ എടുത്തത്. PROയുമായി ഞാൻ സംസാരിച്ചത് കേൾക്കുക. വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവരെ വിളിക്കുന്നത്. തുടക്കത്തിൽ നമുക്കിതിനെക്കുറിച്ചൊന്നും അറിവില്ല എന്ന ധാരണയിൽ കാര്യങ്ങൾ നന്നായി പോകുന്നുണ്ട് എന്ന് ഇവർ പറയുവാൻ ശ്രമിക്കുമ്പോൾ ഞാൻ സ്പെസിഫിക്കായി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തറക്കല്ല് പോലും ഇട്ടിട്ടില്ല എന്ന് ഈ PRO തന്നെ സമ്മതിക്കുന്നത് കേട്ടാലും. ഈ വയനാട് കള്ളാടി മണ്ണിടിച്ചിലുണ്ടായല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. നമ്മുടെ ആരാ ഇപ്പോൾ ഉള്ളത്? PRO ഉണ്ടോ? കൊടുക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. PRO ആണ്, റിബിൻ അല്ലേ? പറഞ്ഞോ സാറേ. ഞാൻ മാത്യു, ഞാൻ ഓർത്തഡോക്സ് ബാങ്കാണ്. ഞാൻ വിളിച്ചത്, നമ്മുടെ ഇപ്പോൾ ഒരു വയനാട് ദുരന്തം ഉണ്ടായല്ലോ. അതെ അതെ. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്കൊരു പദ്ധതി വല്ലതും ഉണ്ടാകുമോ ഇതിൽ സഹായം കൊടുക്കുന്നേ? ഇല്ല, നമ്മൾ ഓൾറെഡി ഒരു പ്രോജക്റ്റിന്റെ റണ്ണിങ്ങിലാണ്. ചൂരൽമല. ചൂരൽമലയുടെ ഏതാണ്ട് ഒരു 12 കോടിയോളം പിരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കൊടുത്തായിരുന്നോ? അവിടെ വീടിന്റെ പരിപാടികൾ നടക്കുകയാണല്ലോ. ആർക്കെങ്കിലും നമുക്ക് കൊടുത്തോ ഇതുവരെയായിട്ട്? വീടിന്റെ നിർമ്മാണം അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ്. ഞാൻ അവിടുന്ന് വിളിക്കുന്നേ. ഒരു പണി പോലും നമ്മളെ കൊടുന്ന് തുടങ്ങിയിട്ടില്ലല്ലോ. അത് ഉടനെ അവിടെ കല്ലിടുന്നുണ്ടല്ലോ, ഉടനെ ഇടുന്നുണ്ട്. കല്ലിടാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ഇത് അടുത്ത ദുരന്തമായി കഴിഞ്ഞോടെ. ഇവിടെ കള്ളാടിയിൽ അടുത്ത ദുരന്തമായി. അതെ, അത് കണ്ടിരുന്നു, വാർത്ത കണ്ടിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഓർത്തു ഇനി അവിടെ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. അവിടെ നമുക്ക് ലാൻഡ് അക്വയർ ചെയ്യാൻ, നമുക്ക് കിട്ടാനും വാങ്ങാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. നമ്മുടെ ഇടവകയെന്നും എല്ലാം 10-12 കോടി പിരിച്ചിട്ട് നമുക്ക് ഇതുവരെ അടുത്ത ദുരന്തം വന്നിട്ട് പോലും 1 രൂപ പോലും നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ടാ ചോദിക്കുന്നത്. അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിന്റെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അല്ല, അപ്ഡേറ്റ് ഉണ്ടായിട്ടും ഈ പറഞ്ഞ ഒരു തറക്കല്ല് പോലും ഇവരെ ഇട്ടിട്ടില്ല. നമുക്ക് സാറേ, അവിടെ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ അങ്ങ് അവിടുത്തുകാരനാണല്ലോ, അങ്ങക്ക് അറിയാമല്ലോ. എവിടെയാ നമ്മുടെ സ്ഥലം മേടിച്ചേക്കുന്നത്? അത് വയനാട്ടിലാണ്. വയനാട്ടിലെവിടെ? ചൂരൽമല പള്ളിയുമായിട്ടൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളിലാണ്. അതിന്റെ അടുത്ത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോ നിലമൊക്കെ, അതായത് കാപ്പിത്തോട്ടോ അങ്ങനെ എന്തോ ആയിരുന്നു, അത് എല്ലാം ഇതാക്കിയിട്ട് അവിടുത്തെ പഴയ മരങ്ങളും അതെല്ലാം മുറിച്ചു മാറ്റി ഇപ്പൊ ലാൻഡ് ഒരു ഇതാക്കിയിട്ടുണ്ട്. ഇത്രയും നാളായിട്ട് ഒരു പ്രവർത്തനം പോലും ഒന്നുമില്ല. നമ്മുടെ ആളുകളൊക്കെ ചോദിച്ചു തുടങ്ങി ഇതുപോലെ. നമുക്ക് മാത്രമല്ല, അവിടെ ഒരുപാട് പേർക്ക് അങ്ങനെ പ്രതിസന്ധി ഉണ്ട്. അല്ല, ലാൻഡിന്റെ ഇഷ്യൂ നമ്മൾ സ്ഥലം മേടിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു പുനരുജ്ജീവന പദ്ധതി ആവുമ്പോഴേ അത് നോക്കിയും കണ്ടിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അങ്ങനെയുള്ള ലൊക്കേഷനിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇല്ലാത്ത അനുമതി കിട്ടുന്ന പ്ലേസ് നോക്കി മേടിക്കുക എന്നുള്ളത് നമ്മുടെ സഭയുടെ ഒരു വിവേകമാണല്ലോ.
അതെ അതെ അതെ, നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പറ്റുമായിരുന്നല്ലോ. നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലം നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിടുന്നത്. നമ്മുടെ ഈ പദ്ധതിക്ക് പുതിയ പിരിവ് കാണുമോ, കള്ളാടി പരിപാടിക്ക്? അതിനെന്തിനാ സാർ ഇതിനെ അങ്ങനെ പിരിവെന്ന് കാണണ്ട, അത് ജനങ്ങള്, സഭാവിശ്വാസികൾ അങ്ങ് ഉൾപ്പെടെയുള്ളവർ നൽകുന്ന തുകയാണല്ലോ. അതെ, പക്ഷെ അത് ഇതുവരെ എങ്ങും അർഹതപ്പെട്ടവർക്ക്. അതാണല്ലോ ഞാൻ പറഞ്ഞത്, അവിടെ ലാൻഡ് കിട്ടാനുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ അത് നമ്മുടെ സഭയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. കണ്ടില്ലേ, ഇപ്പൊ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് അവർക്ക് പോലും അവിടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊന്നും ഇതിനകത്തൊരു ന്യായീകരണമല്ല. കാരണം എന്താ അറിയാമോ, ഞാൻ പറഞ്ഞത് സർക്കാരിന് പറ്റുന്നില്ല എന്ന്. സർക്കാരിന്റെ ആണല്ലോ മുഴുവൻ പവറും ഉള്ളത്. അല്ല, സർക്കാരിന് പറ്റാഴികയൊന്നുമില്ല. സർക്കാർ ഇതിപ്പോ അതിന്റെ ഇംപ്ലിമെന്റിംഗുമായിട്ട് പോയിട്ടല്ലേ ഇത്. അതുപോലല്ലോ ഇപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം സഭാജനങ്ങള് കയ്യും മെയ്യും മറന്ന് അവർക്ക് പറ്റാവുന്ന അല്ലെ അതിനപ്പുറത്തേക്കുള്ള ഒരു സഭയെ വിശ്വസിപ്പിക്കുമ്പം അതൊക്കെ ഒരു എക്സ്ക്യൂസുകളാണ്. ആ എക്സ്ക്യൂസിലൊന്നും കാര്യമില്ല. കാരണം ഇപ്പൊ മുസ്ലിം ലീഗ് നോക്ക്, എത്ര വീടുകൾ വെച്ച് കൊടുത്തവരെ. മുസ്ലിം ലീഗ് വെച്ചിട്ടുണ്ട്, അവര് ഹാൻഡിങ് ഓവർ കഴിഞ്ഞു. അത് വെച്ചിട്ടുണ്ട്. ഇത്രയും കറപ്റ്റഡ് എന്ന് പറയുന്ന പിണറായി സർക്കാർ തന്നെ ഇപ്പൊ അത്രയും ഒരു ടൗൺഷിപ്പിന്റെ ഓൾമോസ്റ്റ് 90% പണി അവിടെയും പൂർത്തിയായിട്ടില്ല സാർ. അല്ല, എന്നാലും ഒരു 90%. നമ്മളിപ്പോ തറക്കല്ല് പോലും ഇട്ടിട്ടില്ലെന്ന് നോക്കണം. അവിടെ 90% ആയിട്ടില്ല. അല്ല, പോട്ടെ, 50% ആയിട്ടുണ്ടോ സാറ്? സർക്കാർ ബജറ്റ് നിയമസഭയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതാ പറഞ്ഞേ, 50% ആയിട്ടില്ല. നമുക്ക് തറക്കല്ല് പോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ. അതുകൊണ്ട് സർക്കാരിന് ഒരു സ്ഥലം കിട്ടാൻ വളരെ എളുപ്പത്തിൽ നടക്കും. അവരുടെ കയ്യിലാണ് റവന്യൂ വകുപ്പും, അവരാണ് ലോയും, അവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ പണം തന്നവർക്ക് തിരിച്ചു കൊടുത്തുകൂടെ? അല്ല, ആ പണം എങ്ങും പോയിട്ടില്ലല്ലോ. അതിന് കൃത്യമായ കണക്കിന് രേഖയുള്ളതല്ലേ. ഭദ്രമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കാൻ വേണ്ടിയാണോ വിശ്വാസികൾ ഇത്രയും പണം തന്നത്? ഇത് അർഹതപ്പെട്ട ഒരു ദിവസം മുമ്പ് നേരത്തെ എത്തിക്കാൻ വേണ്ടിയല്ലേ വിശ്വാസികളെല്ലാം? സഭയുടെ വിശ്വാസികൾക്ക് അത് അറിയാം സാറേ. അങ്ങ് ഏത് പള്ളിയാ? ഞാൻ തിരുവനന്തപുരം. മാർ ബസിലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ്. പേരോ? സുനിൽ മാത്യു. ഓക്കെ, മനസ്സിലായി. ഓക്കെ. PROയുമായി ഞാൻ സംസാരിച്ച ശേഷം ഓർത്തഡോക്സ് സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മനെ ഞാൻ വിളിച്ചു. ബിജു ഉമ്മനും തുടക്കത്തിൽ ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഒടുക്കം അദ്ദേഹം തന്നെ സമ്മതിച്ചു, കാര്യമായ പണികളൊന്നും തുടങ്ങിയിട്ടില്ല, അദ്ദേഹത്തിന് വ്യക്തമായ വിവരങ്ങളില്ല. ഒരു സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായ ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട 2 വൈദികരുടെ നമ്പർ എനിക്ക് അയച്ചു തന്നു. 1 മണിക്കൂറിനുള്ളിൽ വിശദാംശങ്ങൾ നൽകാമെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും എനിക്ക് ഇതുവരെ ഒരു വിവരവും ലഭിച്ചില്ല. അഡ്വക്കേറ്റ് ബിജു ഉമ്മന്റെ വാക്കുകൾ കേൾക്കുക. അഡ്വക്കേറ്റ് ബിജു ഉമ്മനല്ലേ? അതെ. ഞാൻ സുനിൽ മാത്യു ട്രിവാൻഡ്രത്തുനിന്നായിരുന്നു വിളിക്കുന്നേ. ഞാൻ വിളിച്ചതേ, ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു വയനാട് കള്ളാടി ദുരന്തം ഇപ്പൊ ഉണ്ടായല്ലോ. അതെ, അതെ, കഴിഞ്ഞ ദിവസം. അതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടപ്പോഴായിരുന്നു ഇപ്പൊ നമ്മുടെ സഭ ഓൾമോസ്റ്റ് ഒരു 10-12 കോടി രൂപ ഇപ്പം നമ്മുടെ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ഇതുവരെ ഒരു സ്ഥലം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം തുടങ്ങുകയോ പോലും ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും നമ്മള് പ്രോപ്പർട്ടി അത് ആവശ്യമുള്ളവർക്ക് വീട് കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കുകയും അത് അവരുടെ പേരിലേക്ക്, വ്യക്തികളുടെ പേരിലേക്ക് വസ്തു എഴുതി കൊടുക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആർക്കെങ്കിലും ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ? ആർക്കെങ്കിലും സഹായം ഫിനാൻഷ്യൽ ആയിട്ട്, പൈസ ആയിട്ട് ആർക്കെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടോ? പൈസയായിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കൺസ്ട്രക്ഷൻ അതിന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ നടക്കുന്ന ഫസ്റ്റ് 3 സ്റ്റേജായിട്ടാണ്. അതായത് ആ ഒരു, പക്ഷെ അത് നമ്മളവിടെ പോയിരുന്നത്, നമ്മൾ ആ സ്ഥലത്ത് ഒരു സ്ഥലത്ത് പോലും ഒരു കല്ല് പോലും ഇട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ആ സ്ഥലങ്ങളിലെ. അല്ല, അത്തരത്തിൽ അത് നടന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഇപ്പം പ്രോപ്പർട്ടിയുടെ പ്രോസസ്, ബാങ്ക് ആധാരത്തിന്റെ ഡ്രാഫ്റ്റ് ഒക്കെ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ എന്റെ ഡ്രാഫ്റ്റ് ഒക്കെ കണ്ടതാണ്. നമുക്ക് എത്ര പേർക്ക് ഇത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? സഭയ്ക്ക് ഇപ്പൊ എത്ര പേർക്ക് ഇങ്ങനെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവും? നമുക്കിപ്പോ ഒരു സ്ഥലമായിട്ടോ പൈസയായിട്ടോ? ഞാൻ അതിന്റെ ഒരു വീട്ടിൽ പറഞ്ഞു, ഞാൻ അതിന്റെ ഒരു തിരിച്ചു വിളിച്ചു ഞാനത്. ഞാനിത് ഓർത്തഡോക്സ് സഭയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇതുപോലെ കേരളത്തിലുള്ള സകല സഭകളും, കത്തോലിക്ക സഭയും മാർത്തോമ സഭയും മറ്റ് സഭകളും എല്ലാം ഉൾപ്പെടെ കോടികളാണ് പിരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 150 കോടിക്കും 200 കോടിക്കും ഇടയ്ക്ക് ഇവർ വിശ്വാസികളിൽ നിന്നും പണമായിട്ടും മറ്റുമായിട്ടും അവർ പിരിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ പല സഭകളും അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് നാളിതുവരെ 1 രൂപ പോലും നൽകിയിട്ടില്ല. ചില സഭകൾ സ്ഥലങ്ങൾ മേടിച്ചിട്ടിട്ടുണ്ട്, എങ്കിലും ആർക്കും കൊടുത്തിട്ടില്ല. ചില സഭകൾ സ്ഥലം മേടിക്കുവാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പണം ഇവരുടെ കയ്യിൽ, കോടികൾ പലരുടെ കയ്യിലായി കിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ i2 ന്യൂസ് ഇന്നൊരു പുതിയ ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഇന്നൊരു പരാതി സമർപ്പിക്കുകയാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഏതാണ്ട് 150-200 കോടി രൂപ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളിൽ നിന്നും സമാഹരിച്ചിട്ടുണ്ട്.
അത് നാളിതുവരെയായി കൊടുത്തിട്ടില്ല, അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് നൽകിയിട്ടില്ല. ഒരു വലിയ തട്ടിപ്പാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ സഭകളുടെ പക്കൽ നിന്നും കൃത്യമായി എത്ര കോടി രൂപ അവർ പിരിച്ചിട്ടുണ്ട്, ആ പണം എന്ത് ചെയ്തു, അവരുടെ പദ്ധതി എന്താണ് എന്ന് ഗവൺമെൻറ് കൃത്യമായി അന്വേഷിക്കുകയും ഈ പണം മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നൽകുകയും ഇനിയും ഇത്തരം ദുരന്തമുണ്ടാകുമ്പോൾ ഇത്തരം തട്ടിപ്പുമായി ഇവന്മാർ ഇറങ്ങാതിരിക്കുവാനുള്ള സംവിധാനം സർക്കാർ തന്നെ ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് i2 ന്യൂസ് ഈ പരാതി മുഖ്യമന്ത്രിക്ക് ഇന്ന് സമർപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പിന്നാലെ അറിയിക്കുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ വരുന്ന ഞായറാഴ്ച ഈ ഉളുപ്പില്ലാത്തവന്മാർ, ഈ നാണം കെട്ടവന്മാർ ഇടവകളിൽ ഇടയലേഖനം വായിക്കും. കള്ളക്കണ്ണീരുമായി, മുതലക്കണ്ണീരുമായി ഇവർ വീണ്ടും നിങ്ങളെ സമീപിക്കും. നമ്മളുടെ ദുരന്തബാധിത മേഖലയിലുള്ള നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാം, ആശ്ലേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ വീണ്ടും വരും. ഒരൊറ്റ നയാ പൈസ ഇവന്മാർക്ക് കൊടുക്കരുത്. നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ചാനൽ വഴി, സംസ്ഥാന സർക്കാർ വഴിയോ അതല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടോ നൽകുക. യാതൊരു കാരണവശാലും ഈ കള്ളക്കൂട്ടങ്ങൾക്ക് 5 പൈസ കൊടുക്കരുത്. ഒരു മുന്നറിയിപ്പ്. ഈ ദുരന്തങ്ങളെ ആഘോഷമാക്കുന്ന ഈ ചെന്നായ്ക്കൾ വീണ്ടും ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പാണ്. ജാഗ്രത. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.